ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്നൊരു ബീഫ് മസാല ഉണ്ടാക്കിയാലോ? ചെറിയൊരു സെമി ഗ്രേവി ടൈപ്പിലൊരു മസാല. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് ആദ്യം ഒരു പാത്രം എടുത്തിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നു. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു സ്പൂണ് കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്ത് ചേർക്കുന്നു. കുറച്ചൊന്ന് ചുവന്ന് വരുമ്പോൾ തന്നെ അതിലേക്ക് 2 സവോള ആഡ് ചെയ്യുന്നു. കൂടാതെ ആ സവോളയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നു. ഒന്ന് വഴറ്റി വരുമ്പോൾ തന്നെ നമ്മൾ കറിവേപ്പില 2 തണ്ട് കറിവേപ്പില ആഡ് ചെയ്യുന്നു. കൂടാതെ നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ചെറിയ ഉള്ളി ഒരു 5-6 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കും. വഴറ്റി വന്നതിന് ശേഷം അതൊന്ന് സൈഡിലേക്ക് മാറ്റിയിട്ട് പാത്രത്തിൻ്റെ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് പൊടികളൊന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് 2 സ്പൂണോളം മല്ലിപ്പൊടി, 2 സ്പൂൺ മീറ്റ് മസാല, ഇതാണ് ഞാൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തത്. കൂടാതെ 1 സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്ത് ആ ഉള്ളിയൊക്കെ ഇതിലേക്ക് മസാലയിലേക്ക് വരട്ടി ഒന്ന് വഴറ്റിയെടുക്കുക. നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നല്ലോണം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 2 ചെറുതായി കട്ട് ചെയ്ത തക്കാളി ഇട്ട് കൊടുത്ത് ഈ മസാലയായിട്ട് നല്ലോണം ഒന്ന് ജോയിൻ ചെയ്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് വെന്ത് വരും, അതുമായിട്ട് മിക്സായി വരും. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 1/2 കിലോ ബീഫാണ്. 1/2 കിലോ ബീഫ് ഞാൻ കുക്കറിൽ ഓൾറെഡി ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചേർത്തിരിക്കുന്ന മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഇത് ചേർത്തിട്ടാണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. 1/2 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. ആ ബീഫ് ഇതിലേക്ക് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ അങ്ങനെ ഒരു കറി ടൈപ്പിലല്ല ചെയ്യുന്നത്, ഒരു സെമി ഗ്രേവി ആയിട്ടാണ് അത് ചെയ്തത്. ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക. ഒന്നും കൂടി ഒന്ന് തിളച്ച് വരുന്നവരെ കാത്തിരിക്കും. നല്ലോണം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്, നല്ലോണം കുക്കായി വന്നിട്ടുണ്ട് ബീഫൊക്കെ. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. കുരുമുളക് ഇട്ടൊന്ന് മിക്സ് ചെയ്യുക. അവസാനമായിട്ട് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടാൽ നല്ലൊരു മണം കിട്ടും. ബീഫിന് നല്ലൊരു രുചിയായിരിക്കും. ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് സമയം അടച്ച് വെക്കുകയാണെങ്കിൽ നല്ലത്. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ചപ്പാത്തി, പൊറോട്ട, ചോറിനായാലും ഉച്ചക്കൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ബീഫ് മസാല എന്നും പറയാം, ബീഫ് കറി എന്ന് വേണം പറയാം, എന്ത് വേണം പറയാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് അഭിപ്രായം പറയുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.